അപ്പൊ ഇന്നത്തെ നമ്മളെ ലിറ്ററൻസിന്റെ 53ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമ്മളെ ബുക്ക് റിവ്യൂ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അശ്വതിയാണ്. അശ്വതി ചൂസ് ചെയ്ത ബുക്കിന്റെ പേര് നെല്ലിക്ക, റിട്ടൺ ബൈ ഹാഫീസ് മാറഞ്ചേരി. അപ്പോ ആ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിന്റെ റിവ്യൂവും കാര്യങ്ങളും പറയാൻ വേണ്ടി അശ്വതിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അശ്വതി പ്ലീസ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് റഫീസ് മാറഞ്ചേരി എഴുതിയിട്ടുള്ള നെല്ലിക്ക എന്ന നോവലാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും, നെല്ലിക്കയോ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തതെന്ന് ഇത് കാണുന്നവർക്കെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരവും കയ്പും പുളിയും ഒക്കെയുള്ള സംഭവമാണ്. പക്ഷെ ഒരു ഇത്തിരി വെള്ളം കുടിക്കുമ്പോൾ അത് മധുരമായി മാറാറുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് വളരെ ഭംഗിയായി മാറഞ്ചേരി എന്ന സ്ഥലത്തിന്റെ ആ ഒരു ഗ്രാമീണ ഭംഗിയും നന്മയും ആ നാട്ടുകാരുടെ നിഷ്കളങ്കതയും ഒക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഈ റഫീസ് മാറഞ്ചേരി എഴുതിയിട്ടുള്ള നെല്ലിക്ക എന്ന നോവല്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഷാർജ പുസ്തകമേളയിലായിരുന്നു ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു നാടിന്റെ ആ ഒരു ഭംഗി വർണ്ണിച്ചുകൊണ്ടാണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സുമി എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രം, സുമി എന്നൊരു ടീച്ചറാണ്. ഒരു LP സ്കൂളിലെ ഒരു ടീച്ചറിന്റെ സ്റ്റോറി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സുമി എന്ന കഥാപാത്രത്തിനോട് ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സംഭവങ്ങളും ഒരു 50ഓളം അധ്യായങ്ങളായിട്ട്, അതിൽ ഓരോ അധ്യായം ഒരു പേജോ അല്ലെങ്കിൽ 1.5 പേജോളമേ വരുന്നുള്ളൂ എങ്കിലും അത് ഓരോ സംഭവങ്ങളും വളരെ നല്ല ഭാഷയിൽ, അത് നമുക്ക് എന്താ പറയാ, അത് നല്ല വായനാനുഭവം എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഏറെ എനിക്ക് തോന്നുന്നു മാറഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് വായിക്കുമ്പോൾ അവര് നടന്നു പോയ വഴികൾ അവരുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഒരു നാടും അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിനും നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ഓരോ ആൾക്കാരുടെ മുഖങ്ങളായിരുന്നു വന്നത്. അതുപോലെ തന്നെ ഇതിലെ ഓരോ രംഗവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്ന രീതിയിൽ ഓരോ രംഗത്തിനെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോവൽ എഴുതിയ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എന്താ പറയുന്നുണ്ടെങ്കിൽ, സുമി എന്ന് പറയുന്ന ഒരു അധ്യാപിക, ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ഒരുക്കങ്ങളും അച്ഛനും മോളും മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മ പണ്ട് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ അച്ഛനും മോളും മാത്രമുള്ള ഒരു വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ അച്ഛനെല്ലാം ചെയ്യുമെങ്കിലും ഈ മോളാണ് ആ വീടിന്റെ ഒരു താങ്ങ് എന്ന് തന്നെ പറയാം, അത്താണിയാണ്. അപ്പൊ അങ്ങനെ വളരെ നല്ല രീതിയിൽ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം നന്നായി തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ലൈനും നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും, ഒരുമിച്ച് അച്ഛനും മോളും കൂടി അച്ഛനുണ്ടാക്കിയ ചായ കുടിക്കുന്നതും, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു റെസിപ്പി, അച്ഛൻ ഓൾറെഡി ഒരു പ്രവാസി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളതും അങ്ങനെയൊക്കെ ആ ഒരു പ്രവാസിയുടെ അനുഭവങ്ങളും കൂടി ചേർത്ത് വളരെ വൈകുന്നേരങ്ങളിൽ ആ ഒരു അച്ഛനും മോളും കൂടിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്ന രംഗങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു അധ്യായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്ന പോലെയല്ല, അതിന്റെ വ്യത്യസ്തമായ ഒരു അടുത്ത ദിവസത്തിന്റെ അല്ലെങ്കിൽ ഒരു വേറൊരു അനുഭവത്തിനെയാണ് അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ നെല്ലിമരത്തിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് വളരെ ഇങ്ങനെ, പൂത്തു നിൽക്കുന്ന നെല്ലിമരത്തിൽ മഴത്തുള്ളികൾ മുത്തുമണികൾ പോലെ അലങ്കാരം ചാർത്തി നിന്നു. കാർമേഘങ്ങളുടെ വലയം ഭേദിച്ച് സൂര്യരശ്മികൾ അവയിലേക്ക് വെളിച്ചം ചൊരിഞ്ഞു. താൻ എറമ്പത്തേക്കാൾ സ്കൂളിൽ 4ൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ ഈ നെല്ലിമരത്തിന്റെ തൈ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ ഓരോ ലൈനും, ഈ ഒരു ലൈൻ മാത്രമല്ല, ഇതിൽ എഴുതിയിട്ടുള്ള ഓരോ ലൈനും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സ്പർശിക്കുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെ ഈ സുമി എന്ന ക്യാരക്ടറും അച്ഛനും തമ്മിലുള്ള ബന്ധം 1-2 പേജുകളിൽ നീണ്ടു പോകുന്നുണ്ടെങ്കിലും തുടർന്ന് അവളുടെ തന്നെ സുമിയുടെ ഒരു അടുത്തൊരു ഫ്രണ്ട്, അവരും ടീച്ചറാണ്, ഇതേ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ജംഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു ക്യാരക്ടറാണ്. അവര് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്, സെൽഫോൺ, ഇങ്ങനെ സ്ക്രീനുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നത്. സുമി യൂസ് ചെയ്യുന്നത് വളരെ നമ്മൾ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഫോണുമാണ്. അപ്പൊ ജംഷി എന്ന് പറയുന്ന കഥാപാത്രം ഈ ഫോണിനെ ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തോണ്ടി ആ യൂസ് ചെയ്യുന്നതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ സുമി പറഞ്ഞ ക്യാരക്ടർ. കുറച്ച് ഒരു ഒതുങ്ങിയ ഒരാളാണ്, അധികം സംസാരിക്കാത്ത ആളാണ്. പക്ഷെ ജംഷി എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ അവരായിട്ട് ചാറ്റ് ചെയ്യണമെന്ന്, ബസ് കയറി കഴിഞ്ഞാൽ ആദ്യം ഫോൺ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും അങ്ങനെ. അപ്പൊ അതിനൊക്കെ ഇവര് കുറ്റം പറയുന്നതായിട്ടുള്ള സീനുകളൊക്കെ നല്ല രസമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് വളരെ
ആ ഒരു ദുഃഖം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുടെ ഒരു ബ്രേക്കപ്പും കാണിക്കുന്നുണ്ട്. ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു നല്ല റിലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ മറ്റൊരു നല്ല ബന്ധം കിട്ടുമ്പോൾ ഈ ജംഷി എന്ന കഥാപാത്രത്തിനെ ഒഴിവാക്കുന്ന ആ ഒരു ക്യാരക്ടറിനെയും കാണിക്കുന്നുണ്ട്. അത് ഈ സുമി എന്ന കഥാപാത്രത്തിൽ ഒരു വിവാഹത്തിനോട് ഒരു വിരക്തി, അല്ലെങ്കിൽ പുരുഷന്മാരോട് അങ്ങനെയൊന്നും ഇല്ലാതെയാക്കുന്ന ഒരു സീനും ഇതിൽ നന്നായിട്ട് നല്ല വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ തുടർന്ന് ഇവരുടെ ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഇവർ യാത്ര ചെയ്യുന്ന വഴികളും ബസ് സ്റ്റോപ്പും അങ്ങനെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ നിരന്തരമായിട്ട് ബൈക്കില് ഹെൽമെറ്റ് ഇട്ട ഒരാളെ കാണിക്കുന്നുണ്ട്. അവര് ഇങ്ങനെ ഇവർക്ക് ആരാന്ന് മനസ്സിലാവൂല ഡെയിലി ഇങ്ങനെ. അപ്പൊ ഇവളുടെ മനസ്സിൽ സുമി എന്ന ക്യാരക്ടറിന്റെ മനസ്സിൽ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഇത് ആരായിരിക്കും എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന സീനുകളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവള് വീട്ടിൽ വരുന്ന സമയത്ത് അച്ഛനോട് ഇതൊന്നും പറയുന്നില്ല. അപ്പൊ മനസ്സിലിങ്ങനെ വിചാരിക്കും, എല്ലാം തുറന്നു പറയുന്നതല്ലേ, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത് എന്ന് ചിന്തിച്ചു പോകും. അതേ സമയത്താണ് അച്ഛൻ പറയുന്നത്, ഇന്ന് അച്ഛൻ്റെ ഒരു പഴയ ഫ്രണ്ടിന്റെ മോൻ വന്നിരുന്നു, ഇങ്ങനെ അവനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു, നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. മോള് കണ്ടിരുന്നു എന്ന് വെച്ചപ്പോൾ ഇവള് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. അങ്ങനെ ആ സീൻ കടന്നു പോകും. പിന്നെ വീണ്ടും ഈ ജംഷി എന്ന് പറഞ്ഞ ടീച്ചറും സുമി എന്ന ടീച്ചറും തമ്മിലുള്ള കാര്യങ്ങളും യാത്രകളും ഒക്കെയാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ ഈ മറഞ്ചേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഭംഗിയും ആ നാട്ടുകാരും അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എന്താ ഫീസ്ക, സുബൈർ, ലോട്ടറി വിൽക്കുന്ന ഒരു നാണുവേട്ടൻ, അങ്ങനെ കുറെ രസകരമായ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഒരു ഫേസ് ആയിരിക്കും നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാം. അതേ രീതിയിലാണ് തുടർന്നു പോകുന്നത്. എന്നിട്ട് പതിയെ പിന്നെ ഈ ബസ് യാത്രയില് ഈ ഈ അച്ഛൻ പറഞ്ഞ ഫ്രണ്ടിന്റെ മകൻ, അത് ഇവളെ ഓൾറെഡി ഹെൽമെറ്റ് ഇട്ട് കണ്ടുകൊണ്ടിരുന്ന ആള് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവളെ കാണാൻ വരികയാണ്. ആ ക്യാരക്ടറിന്റെ പേര് നന്ദു എന്നാണ്. അപ്പൊ അവന്റെ വീട്ടിലൊരു വിവാഹാലോചന ആരംഭിച്ച സമയത്ത് അവന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് ഈ പെൺകുട്ടിയുടെ മുഖമാണ്. ആ സമയത്ത് തന്നെ എല്ലാവരും പറയും അവള് റഫാണ്, ഹാർഡാണ്, അവളെ ചൂസ് ചെയ്യണ്ട എന്ന രീതിയിൽ പറയുമ്പോൾ ഈ നന്ദു പറഞ്ഞ ക്യാരക്ടർ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അത് അവളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ കുട്ടി, അല്ലെങ്കിൽ എല്ലാ പ്രാരാബ്ദങ്ങളും ഏറ്റെടുത്ത് അവളുടെ ഒരു ക്യാരക്ടറിന്റെ ആ സാഹചര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സ്വീകരിക്കാൻ റെഡിയാവുന്ന ഒരു ക്യാരക്ടറാണ് നന്ദു എന്ന് പറയുന്നത്. പക്ഷെ അവന് പോലും അവളുടെ അടുത്ത് പോയി ഇത് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാനോ മടിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സീനൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഓരോ ലൈനിലും വളരെ മനോഹരമായിട്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കാത്തു നിൽക്കണു, എന്നിട്ട് ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പൊ അവള് പറയും ഇതൊക്കെ വീട്ടുകാരാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഓൾറെഡി വീട്ടിൽ ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഇവളുടെ തീരുമാനം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു പോയി വീട്ടിലെത്തിയിട്ടും ഇയാളെ സംസാരിച്ച കാര്യമൊന്നും ഇവള് വീണ്ടും പറയാം. അപ്പൊ ആ കഥയിൽ ഇത് ഈ നോവലെ വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മള് സ്വന്തം കാര്യം വരുമ്പോ സ്വാർത്ഥനായി പോവുകയാണോ, അച്ഛനോട് പോലും ഇതൊന്ന് ഷെയർ ചെയ്യാനുള്ളത് തോന്നാത്തത് എന്താണ്. കുറെ നേരം അതിന്റെ വിഷമമായി നടന്നെങ്കിലും പിന്നീട് അവൾ അച്ഛനോട് പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അച്ഛനും പറയും അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സഖാവാണ്, ഇവൾക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് കല്യാണം മുടങ്ങി പോവാം. അപ്പോ ഒരിക്കലും അങ്ങനെ ഒരു ഫാമിലിക്കാർക്ക് ഇങ്ങനെ ജാതകമൊന്നും പ്രശ്നമല്ല, നല്ല പയ്യനാണ്, നല്ല ഫാമിലിയാണെന്നൊക്കെ അച്ഛനും പറയും. അങ്ങനെ ആ സീൻ അവസാനം. അപ്പൊ അവളുടെ മനസ്സിൽ പിന്നെ ഈ മുരൺ സ്വഭാവവും ഈ ഫോൺ നോക്കാത്ത സ്വഭാവവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, അത് ആ കുട്ടി കുട്ടി മാറ്റങ്ങൾ പോലും നല്ല ഭാഷയിൽ അവതരിപ്പിച്ചു പോയിട്ടുണ്ട് ഈ നോവലില്. അങ്ങനെ പിന്നീട് വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സീനുകളും, വൈകിട്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തണം പറഞ്ഞ ഓടണ ആളാ. പക്ഷെ ഈ ജംഷിയുടെ അടുത്ത് പറയും ഇങ്ങനെ നമ്മള് ഇങ്ങനെ പലഹാരക്കടക്കാരൻ എന്നൊക്കെയാ പറയണ കേട്ടോ. അതില് ആ ഒരു ബേക്കറിക്ക് പകരം അവര് കളിയാക്കി പറയുന്നതാണ്. സ്ഥിരം പോകുന്നൊരു ജസ്റ്റ് അവര് ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു, കാണാൻ വേണ്ടിയുള്ള സീനുകൾ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റഫായ സ്വഭാവത്തിൽ നിന്നുള്ള അവളുടെ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ജംഷിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഒരു ബ്രേക്കപ്പ് ഇത് കഴിഞ്ഞ കാരണം അവളുടെ സങ്കടങ്ങളും ഇതിന്റെ ഇടയിൽ അവര് നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വിവാഹത്തിനെ കുറിച്ചുള്ള ആലോചനകളാണ്. അപ്പോ വീട്ടിൽ പോയി സംസാരിച്ച അമ്മയോട് സംസാരിച്ചു നന്ദു, അപ്പൊ അവർക്കും സമ്മതാണ്. അപ്പൊ ഇവരുടെ അച്ഛന്റെ അടുത്ത് വന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ അച്ഛന് രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ചുമ പോലെ, അല്ലെങ്കിൽ ഒരു വയ്യാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ കൂട്ടിരിക്കും, ഇങ്ങനെ തല തടവി കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ക്ലാസ്സിന് പോകുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടാ പോവുക. അങ്ങനെ തിരിച്ചു വരും. ഒരു ദിവസം ഇതുപോലെ സ്കൂളിൽ പോയ സമയത്ത് ഇതിലൊരു മാഷിന്റെ പേര് പറയുന്നത് നദീർ എന്ന് പറഞ്ഞിട്ട്, ആ സാറ് വന്നിട്ട് ജംഷീനെയും ഇവളെയും കൂടിയിട്ട് കാറിൽ കയറ്റും. എന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഇവർ ചോദിക്കും എന്താ പറ്റി അച്ഛൻ എന്താന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഉള്ളിൽ ആ ഒരു വേവലാതി വിഷമമൊക്കെ ആ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ
മനസ്സിൽ വരും. അങ്ങനെ ഇവരെ കൊണ്ടുപോകും. അതിന്റെ ഇടയിൽ ആ ഡ്രൈവർക്ക് ഒരു കോള് വരും, ആ മാഷിനൊരു കോള് വരും. അപ്പൊ അതിലില്ല, അവരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ ഏകദേശം ആ ഒരു എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിച്ചു എന്നുള്ള ഒരു ഫീല് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ പരിചയപ്പെടുന്നവരും പരിചയമില്ലാത്തവരും അങ്ങനെ ആ മുറ്റം നിറയെ ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഉള്ളില് ആ ഒരു ഭീതി, അതെന്താണോ പേടിച്ചത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നെ അവൾ ആകെ കുഴഞ്ഞു പോവുകയാണ്. പിന്നെ പലരും വന്ന് ആശ്വസിപ്പിക്കും, തലതലോട് അല്ലെങ്കിൽ ഇങ്ങനെ. അതൊന്നും അവൾ അറിയുന്നില്ല. ആകെ എല്ലാം നഷ്ടപ്പെട്ട അച്ഛൻ മാത്രമുള്ള ഒരാളുടെ ഫീല് എന്താന്ന് നമുക്ക് അറിയാലോ. അങ്ങനെ അവളെ തളർന്ന ഒരവസ്ഥ അവിടെ കാണിക്കുകയാണ്. പിന്നീട് എല്ലാവരും പോയതിനു ശേഷം അവൾക്ക് ആരുമില്ല, അടുത്ത റിലേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛന്റെ ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അവരൊന്നും ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ തുല്യം ആവില്ല. പലരും അങ്ങനെ ഞങ്ങൾ നോക്കിക്കോളാം, മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും ആവില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു നിർമ്മല ചേച്ചി എന്ന് പറയും. അവര് വരിക, അവർക്ക് കുട്ടികളില്ല, അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ ആ ചേച്ചി പറയണം, ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നീ എന്റെ വീട്ടിലേക്ക് വരില്ലെങ്കിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ വീട്ടിൽ വന്ന് കിടക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊരു അമ്മയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അമ്മയെ പോലെ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന്, സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ ചെലവും കാര്യങ്ങളാണെങ്കിലും അതെന്റെ രമേശ് ചേട്ടൻ ചെയ്തോളൂ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ അതുമല്ല, ഒരു ഒരു പ്രായമായ സ്ത്രീയുടെ ഒരു ക്യാരക്ടർ പോലെയല്ല, വളരെ വൈബുള്ള ഒരാൾ എന്ന് പറയാം. വളരെ രസകരമായിട്ട് അവൾക്ക് ആ മൂഡിൽ നിന്ന് അവളെ മാറ്റിയെടുക്കാനും. അവളുടെ കയ്യിലുള്ള ഫോണ് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതാ. അപ്പൊ ഇപ്പോഴും ഇതിലിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവളുടെ മൂഡ് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവരെ സംബന്ധിച്ച് കുട്ടികളില്ലാത്ത വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു മകളെ കിട്ടിയ അവസ്ഥയായിരുന്നു. അവളുടെ അടുത്ത് അമ്മയെ തന്നെ വിളിക്കൂ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞ അമ്മയ്ക്കും മേലെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കാം. അങ്ങനെ ഈ കഥ തുടരുന്ന സമയത്ത് ഈ നന്ദു എന്ന് പറഞ്ഞ ആള് ആയിട്ട് നമ്പർ വാങ്ങിക്കും. അങ്ങനെ ജസ്റ്റ് കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഈ നിർമ്മല ചേച്ചി അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകരുത്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ലോകം കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പല ആൾക്കാരെയും കാണും, അപ്പൊ ഇതിലും നല്ലത് കാണും. അപ്പൊ നമ്മളുടെ എന്തൊക്കെ രീതിയിൽ വേണം ചെയ്യാൻ, എങ്ങനെയൊക്കെ വേണം മാനേജ് ചെയ്യാൻ എന്നൊക്കെ ഒരു അമ്മ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പിന്നെ ആ ചേച്ചി, ആ ഒരു നിർമ്മല ചേച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവരുടെ ഹസ്ബൻഡ് പ്രവാസിയാണ്. അപ്പൊ ഓരോ നിമിഷവും അവര് പറയും, ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷമാവും, എനിക്ക് സന്തോഷം. അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് ഇങ്ങനെ സുമി ചോദിക്കുമ്പോൾ പറയും, അത് ഓരോ കാര്യങ്ങളും ഒപ്പം ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിലൊക്കെ ഒരാളെ പോലെ തോന്നും. അങ്ങനെ എല്ലാം അപ്പം അറിയിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം അവര് തരുന്ന സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുന്ന സന്തോഷം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് അവരെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അവരും സുമീനെ ഒരു മോളെ പോലെ സ്വീകരിക്കാൻ തയ്യാറുമാണ്. അങ്ങനെ ഈ കഥ തുടരുന്ന സമയത്ത് ഒരു ദിവസം അവളെ രാവിലെ സ്കൂളിൽ പോവുക വരിക അത് തന്നെയാണല്ലോ. അപ്പൊ വയറിൽ വല്ലാത്തൊരു വേദന ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് അവള് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ കൂട്ടാക്കില്ല. അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്നും വയ്യാതെയാവും, സ്റ്റെപ്പ് കയറുമ്പോഴും പിന്നെ മുറ്റടിക്കുക, അങ്ങനെ ഒന്നും പിന്നെ അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് കുഴഞ്ഞു വീഴ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വൊമിറ്റ് ചെയ്യും. ആ ഛർദിയിൽ ഇങ്ങനെ ബ്ലഡ് ഉണ്ടാവും. അത് അവള് പറയില്ല, പറയാതെ ഓട്ടോ വിളിച്ച് വീട്ടിൽ വരും. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ചോദിക്കും, അപ്പൊ ഒന്നും പറയാതെ ഇരിക്കും. എന്നിട്ട് ഇതുപോലെ കുളിക്കാനാന്ന് പറഞ്ഞ് പോയി ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്ന പോയി നോക്കുമ്പോൾ വൊമിറ്റ് ചെയ്ത് അതിലും ഇങ്ങനെ ബ്ലഡ് കാണാം. അപ്പൊ ഒരു ഉടനെ ഡോക്ടറെ കാണിക്കും. മരുന്ന് കൊടുക്കും, വേദനയ്ക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത്. ആ മരുന്ന് കഴിച്ച് അങ്ങനെ ഉറങ്ങി പോവുക, അങ്ങനെ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ നന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ കോൾ ചെയ്യുന്നതും അതൊന്നും ഇവർ അറിയുന്നില്ല. അങ്ങനെ മിസ്സായി പോകുന്നുണ്ട് അവൾക്ക്, അതൊന്നും മയക്കം വന്നിട്ട്. അതെല്ലാം പൊറുക്കാൻ റെഡിയായ ഒരാളാണ് ആ നന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കൂടി വരുന്ന ഒരു ദിവസം, കുറെ ദിവസമായിട്ട് ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കാണ്ട് ഇവർ കൊണ്ടുപോകുന്ന ഒരു ദിവസം മുറ്റടിക്കുന്ന ഒരു സീനുണ്ട്. സാധനം മുറ്റടിച്ച് ചെമ്പക മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് കുഴഞ്ഞു വീഴും. അങ്ങനെ എടുത്തിട്ട് അവർ പറയും എടപ്പാൾ ഹോസ്പിറ്റലിൽ, നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് പറയും എടപ്പാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ വരാന്തയും മരുന്നിന്റെ മണവും അതൊക്കെ അവരിങ്ങനെ ആ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആരുടെ റെക്കമെൻഡേഷനിൽ അത്രയും പേര് ക്യൂ ഇരിക്കുമ്പോൾ ഇവരെ ആദ്യം വിളിക്കുന്നു. അങ്ങനെയുള്ള സീനുകളൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അവളെ പുറത്തിരുത്തി ഈ നിർമ്മല ചേച്ചിയോടാണ് എല്ലാം പറയുന്നത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ അത് ഒരു എന്താ പറയാ, ഒരു ഗർഭാശയ ക്യാൻസറിന്റെ അവസ്ഥയായിരുന്നു. അത് അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് എല്ലാം വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ വരിക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ. ഇത് കേട്ടാൽ നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ ഇപ്പൊ നന്ദുവിന്റെ ഫാമിലി എന്ത് പറയും, അങ്ങനെ ആരും ഇല്ലാണ്ടായി പോവോ, എല്ലാം നഷ്ടപ്പെടുക എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ ഈ ചേച്ചിയാണെങ്കിലും ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെയും ട്രീറ്റ്മെന്റിനും എന്തിനും കൂടെ നിൽക്കാൻ റെഡിയായിരുന്നു. നന്ദു അതേപോലെ ഇവൻ പോകുന്നതിന്റെ തലേ ദിവസമാണ്, ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ കാര്യം അറിയുന്നത്.
അപ്പൊ ഇത് അറിയാൻ വേണ്ടി വിളിക്കും, അവന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുക്കും. പക്ഷെ അവന് പോകേണ്ടി വരും. പോകുന്നതിന്റെ തൊട്ട് മുന്നേ വരെ വിളിക്കുമ്പോൾ ഇവളീ മയക്കത്തിലാണ് മരുന്നിന്റെ. ഒന്ന് കോൾ എടുക്കാൻ പോലും പറ്റാത്ത നിസ്സഹായാവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകും. പോയതിന് ശേഷം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ക്യാരക്ടർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ആ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം, നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇടയിലും ഒക്കെ ഒരുപാട് പേർക്ക് ഈ അസുഖം കൂടി വരുന്ന അവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഓരോ സ്റ്റേജും നമ്മൾ പലരും കണ്ടുപോയതുമാണ്. അപ്പൊ ആ സ്റ്റാർട്ടിങ് തൊട്ടുള്ള അവസ്ഥയും പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതും കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതും അവരെന്ത് ചെയ്യുക, അവസാനം ആ വീട് വിട്ട് എടപ്പാൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. ആ വീട്ടിലൊരു കണ്ണാടി പോലും വെക്കാതെ ഈ നാട്ടുകാർ തന്നെ എല്ലാം ഇവരെ വേണ്ടപ്പെട്ട ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ആ വീടിന്റെ ഉള്ളിൽ അവരത് കഴിയുന്നവരെ താമസിക്കാം. എന്തിനും കൂട്ടായിട്ട് ഈ നിർമ്മല ചേച്ചി. അതിന്റെ ഇടയിൽ രസം എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ബന്ധങ്ങളുണ്ടല്ലോ, അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും കൊടുത്തിട്ടൊക്കെ അങ്ങനെ കുറെ ബന്ധങ്ങൾ ആ ചേച്ചി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തൊക്കെ എന്റെ മോള് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു നുണ പറഞ്ഞാൽ അത് മറയ്ക്കാൻ കുറെ പറയേണ്ടി വരും എന്ന് പറയും. അതുമാതിരി പിന്നെ ഇവരെ കാണുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ഇവർക്ക് വേറെ വേറെ ഉണ്ടാക്കി പറയേണ്ടി വരും. അങ്ങനെ എല്ലാവരോടും എന്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ സുമി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അങ്ങനെ പൊന്നുപോലെ കൊണ്ടുപോവാണ്. കൂടെ ഈ നാട്ടുകാരൻ മുഴുവനുണ്ട്. തിരിച്ചിത് കഴിയുന്ന ഒരു സ്റ്റേജ് വരെയും ഈ നന്ദുവിന്റെ കോളും അല്ലെങ്കിൽ സപ്പോർട്ടും ഇവരെ കൂടെ ഉണ്ട്. പക്ഷെ ഇതേ സമയത്ത് ഈ നന്ദുവിന്റെ അമ്മ സപ്പോർട്ടായിരുന്ന ആള് ഇതിനെ എതിർത്ത് തുടങ്ങി. ഇത് ശരിയാവില്ല, ഇത് റിമൂവ് ചെയ്തു. ഈ യൂട്രസ് റിമൂവ് ചെയ്ത ഒരാൾക്ക് കുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നമുക്കറിയാം റഷായി പറയുന്ന ഭാഷയും അതിൽ അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റുമോ, എനിക്ക് ഇത് നടക്കുമോ എന്ന് അവള് വരെ ചിന്തിച്ച് എല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇവളെ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ എഴുത്ത് റൈറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവളുടെ ആശയങ്ങളും അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടുള്ള സ്നേഹബന്ധങ്ങളും അല്ലെങ്കിൽ നന്ദുവിനോടുള്ള പ്രണയവും അങ്ങനെ അവളുടെ തോന്നുന്ന ആശയങ്ങളെല്ലാം അവള് എഴുതുന്നു. അതൊരു ഫ്ലവറിന്റെ പിക്ചർ വെച്ചുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അവളുടെ പേര് ആണ് വെച്ചിട്ടുള്ളതെങ്കിലും ഇന്ന ആള് അറിയാതിരിക്കാൻ. പക്ഷെ അതിന് ഒരുപാട് ലൈക്ക് ഒന്നും കിട്ടുമ്പോൾ ഇത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ ഒരു പേര് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത്ര ലൈക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അവൾക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്ന കാര്യം. ഈ ഫോണിനെ വെറുത്തിരുന്ന ഇങ്ങനെ ഒരു സ്ക്രീൻ യൂസ് ചെയ്യാത്ത ആള് പതിയെ പതിയെ അതിന്റെ ട്രെൻഡുകളും അല്ലെങ്കിൽ അതിന്റെ ഓരോ ഉപയോഗങ്ങളും മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് അത് ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു രീതിക്ക് അത് മാറ്റിയെടുക്കുന്നുണ്ട്. സെൽഫി എടുക്കലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും ആ മുടി കൊഴിഞ്ഞ രൂപത്തിനൊക്കെ അവളെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കഥ തുടർന്നു പോകുന്ന സമയത്ത് അവരവരുടെ വീട്ടിലേക്ക് എത്താണ്. ആ വീട്ടിലെത്തുന്ന സമയത്ത് ഒരു തൈ നട്ടും കൊണ്ടാണ് ആ വീട്ടിലേക്ക് കടക്കുന്നത് തന്നെ. ഒരു ചെടി നട്ടും കൊണ്ടാണ്, ഒരു മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടി നട്ടും കൊണ്ടാണ് ആ വീട്ടിലേക്ക് കിടക്കുന്നത്. അങ്ങനെ വീണ്ടും ആ വീടുമായിട്ട് സെറ്റ് ആയിട്ടുള്ള ഇത് കാണിക്കുക. ആ സമയത്ത് നന്ദു നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവന് ഒരുപക്ഷെ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റുന്ന ആളല്ലെങ്കിൽ പോലും ഇവൾക്ക് വേണ്ടി തിരിച്ചു വരിക. അങ്ങനെ ആ അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്തുകൊണ്ട് തന്നെ അവളേനെ ഒരു പൊന്നാനി രജിസ്റ്റർ ഓഫീസിന് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി മാരേജ് ചെയ്ത് വളരെ സിമ്പിളായി സ്വന്താക്കി ആ ഒരു ബെഡ്റൂം സീൻ വരെ അതിൽ അവര് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിന്റെ താഴെ ഇങ്ങനെ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. അതില് ഇതിന്റെ താഴെ അവസാനം പറയുന്ന എന്താന്നുണ്ടെങ്കിൽ, അവൾ മൊബൈൽ നീട്ടിപ്പിടിച്ച് ഒരു വിരൽ കൊണ്ട് സ്ക്രീൻ തൊട്ടു. മനോഹരമായൊരു ചിത്രം അവിടെ പിറവിയെടുത്തു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് അടിക്കുറിപ്പായി അവൾ ഉറൂബിന്റെ വരികളാണ് എഴുതിയത്. ഒടുങ്ങാത്ത വേദനകളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളും കൊടുത്താൽ മടക്കിത്തരാത്ത ഹൃദയങ്ങളും പിന്നെയും എത്ര സുന്ദരമാണ് ജീവിതം. കയ്പും പുളിയും ഒക്കെ ഉണ്ടെങ്കിലും ഒടുവിൽ മധുരമുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. വളരെ നല്ലൊരു നോവലാണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചുറ്റുമുള്ള, എനിക്ക് തോന്നുന്നു മാറഞ്ചേരിയിലുള്ള ആൾക്കാർക്ക് ഇത് തീർച്ചയായും വായിക്കണം. കാരണം അവർ നടന്നു പോയ പാതകളും കണ്ട ആൾക്കാരും ചിലപ്പോൾ അതേ ലോട്ടറി അങ്ങനെയൊക്കെ ചിലപ്പോൾ സെയിം പേരായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഈ നോവല് തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എളുപ്പം വായിച്ചെടുക്കാൻ പറ്റിയ ഇത്ര പോകുന്നൊരു ബുക്കാണ്. എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇത് എന്താ പറയാ, അവസാനം തന്നെ ഇവര് പറയുന്നത് ലോകം ഒന്നിന്റെയും അവസാനമല്ല, ഇതൊരു ഇടവേളയാണ്. ഈ രാത്രിയിൽ ഉറങ്ങിയാൽ നാളെ നമ്മൾ ഉണരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തിടത്തോളം ആരെയും അവഗണിക്കാൻ നമുക്ക് അവകാശമില്ല. രോഗിക്ക് വേണ്ടത് സഹതാപമല്ല, കൂടെ കൂട്ടാനുള്ള സന്മനസ്സാണ്. സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നു വേണം ആയുസ്സത്തിന്റെ പുസ്തകത്തിൽ താളുകൾ നിറയ്ക്കാൻ. കയ്പും ചവർപ്പും പുളിയും എല്ലാമുള്ള നെല്ലിക്ക പോലെയാണ് ജീവിതം. ഒടുവിൽ മധുരമുണ്ട്. പകരേണ്ടത് നമ്മളാണ്. നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇടയിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഈ ബുക്ക് വായിച്ച് ഒഴിവാക്കാൻ മാത്രമല്ല,
ഈ ഒരു അസുഖം നേരിട്ട് കഴിഞ്ഞ് പുറത്ത് വന്ന ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരുന്നാൽ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും ഇതിലെടുത്ത് കാണിക്കുന്നു. അപ്പൊ നമുക്ക് ചുറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഈ ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ അങ്ങനെ ആൾക്ക് വന്നാൽ, അല്ലെങ്കിൽ വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് സ്ട്രോങ് ആയി കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് ഈ ബുക്ക് നമുക്ക് തരുന്ന മെസ്സേജ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിർബന്ധമായി എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. താങ്ക് യു. താങ്ക് യു അശ്വതി. എന്താ പറയാ, ബുക്കിനെ പറ്റി പറയുമ്പോ അശ്വതിയുടെ പ്രസന്റേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് ശ്രദ്ധിച്ചിരുന്നു, കേട്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മളെ നാടിനെ പറ്റിയും അതിന്റെ ചുറ്റുപാട്ടിലുള്ള സ്ഥലങ്ങളും ആസ്പദമാക്കിയിട്ടാണ് സ്റ്റോറി ഉടനീളം എഴുതിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നൂലേ ഒന്ന് വായിച്ചു നോക്കാന്. കാരണം പൊന്നാനി, മാറഞ്ചേരി, എടപ്പാൾ എന്നൊക്കെ അശ്വതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുമി എന്നൊരു സ്ത്രീയുടെ ഒരു ലൈഫ് ലോങ് സ്റ്റോറിയാണ് പറയുന്നത്. ചെറുപ്പം മുതലേ അമ്മ മരിച്ചു, വീടിന്റെ പ്രാരാബ്ദം, ജോലി, പിന്നെ അച്ഛന്റെ വേർപാട്, ആൻഡ് ഫൈനലി ക്യാൻസർ. അല്ലെ, എങ്ങനെ എത്രത്തോളം ആ ലൈഫ് കഷ്ടത്തിലാവും അത്രത്തോളം സുമിയുടെ ലൈഫ് ആയിട്ടുണ്ട്. പക്ഷെ അത് ബുക്കിന്റെ പേര് പോലെ നെല്ലിക്ക അല്ലെ, ആദ്യം കഴിച്ചാലും പിന്നെ അത് മധുരിച്ചു. അവളുടെ ലൈഫിലേക്ക് നന്ദു എന്ന് പറഞ്ഞ നല്ലൊരു പാർട്ട്ണറെ കിട്ടി. അങ്ങനെ അവരുടെ ഫോണിന്റെ യൂസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു അശ്വതി. ഇനി ഫീഡ്ബാക്ക് പറയാനായിട്ട് അനുശ്രീ മോളെ വെൽക്കം ചെയ്യുന്നു. ഹലോ അശ്വതി, നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ അശ്വതി ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ആ ബുക്ക് വായിച്ച ഫീലിംഗ് തോന്നി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ബുക്കിന്റെ അങ്ങനെ ഒരു പേരും ഈ ബുക്കും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല രീതിയിൽ അശ്വതി പ്രസന്റ് ചെയ്തു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടാരോ? ഞങ്ങളെല്ലാരും ഓസ്ട്രേലിയസ് ആണ് പറഞ്ഞത്. എനിവൺ ഔട്ട്സൈഡ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടാ? പറഞ്ഞു. ഞാൻ വായിച്ച ബുക്കാണ്. അപ്പൊ അശ്വതി ഇത് പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ കുറച്ച് മുന്നേ വായിച്ച ബുക്കാണ് കേട്ടോ. അപ്പൊ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ആ സംഭവം കഥ എന്താണെന്ന് അറിയാമെങ്കിലും കൂടി ഇത് പ്രസന്റ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നമ്മളീ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പൊ പ്രാരാബ്ദങ്ങളും ജീവിതങ്ങളും അങ്ങനത്തെ പല തീമില് പല പല നോവലുകൾ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, അത് അത്രയും മനോഹരമായിട്ട്, അല്ലെങ്കിൽ അത്രയും എന്താ പറയാ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമുക്കിങ്ങനെ വായിച്ചിരിക്കാൻ തോന്നും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കൊക്കെയോ സംഭവിച്ച, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന കുറെ ആൾക്കാർ, അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ലൈഫിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനെയാണ് നമുക്കിത് വായിക്കുമ്പോൾ തോന്നുക. അപ്പൊ അശ്വതി പ്രസന്റ് ചെയ്തത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ വായിച്ചത് കാരണം എനിക്ക് ഒന്നുകൂടെ അത് പ്രസന്റ് ചെയ്ത രീതി ഇഷ്ടമായി. എന്തായാലും താങ്ക് യു. താങ്ക് യു ഷനാഷ. തന്ന ബുക്കാണത്, അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു അശ്വതി. ആരെങ്കിലും പറയണ്ടോ? അശ്വതി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഈ കഥ കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്, മിനിഞ്ഞാന്ന് ഞാനൊരു സ്റ്റാറ്റസ് കണ്ടു, അഭിമന്യു എന്ന ചെറുപ്പം കുട്ടിയുടെ. അതാരാന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അത് ഞാൻ അറിയാവുന്നൊരു ചേട്ടന്റെ മകനാണെന്ന് കണ്ടതും. അതെന്റെ മനസ്സിൽ കിടന്ന് 2 ദിവസമായിട്ട് ഭയങ്കര വിങ്ങലായിട്ട് ഇരിക്കുകയാണ്. 22 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടി ഇങ്ങനെ മജ്ജ മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ ഇന്ന് വീണ്ടും ഒരു സ്റ്റാറ്റസ് കണ്ടു, അതിലേക്ക് ഫണ്ട് ശേഖരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെയാണ് നീ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോയിരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റട്ടെ എന്ന, പിന്നെ അവരുടെ വിഷമങ്ങളിൽ നമുക്ക് കൈത്താങ്ങാവാനും അവരെ ധൈര്യം കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. നീ വീണ്ടും വീണ്ടും ആ കുട്ടിയുടെ അഭിമന്യുവിന്റെ മുഖമാണ് എന്നിലേക്ക് വരുത്തണത്. വളരെ നന്നായിട്ട് നീ ആ കഥ എന്റെ ഉള്ളിലൂടെയാണ് കടന്നുപോയത്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഉള്ളിലൂടെ അത് കടന്നുപോയിണ്ടാവും. നമ്മളെ ചുറ്റുവട്ടത്ത് എങ്ങോ കേട്ടിരുന്ന അസുഖങ്ങളാണ് അല്ലെ, ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്ന് വീട്ടിൽ വരെ എത്തിയിരിക്കുന്നു. എന്റെ അനിയന്റെ മകൻ ഇതുപോലെ ചെറുപ്പത്തിൽ 2 വയസ്സായതിന്റെ മുന്നേ തന്നെ ഈ അസുഖം വന്നിട്ട് മരിച്ചുപോയി. എന്റെ ഫ്രണ്ട്, തൊട്ടടുത്ത് കളിക്കൂട്ടുകാരായി നടന്നിരുന്ന ഫ്രണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇതൊക്കെ നീ ഈ കഥയിലൂടെ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇനി അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിവതും നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് മാക്സിമം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു അശ്വതി. താങ്ക് യു. പിന്നെ ഒരുപാട്
താങ്ക് യു സവിത മിസ്. അശ്വതിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എത്രത്തോളം എല്ലാവരും അശ്വതിന്റെ പ്രസന്റേഷൻ ആ ബുക്കിന്റെ കാര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ എത്രത്തോളം തട്ടിയിട്ടുണ്ടെന്ന് അശ്വതിക്ക് മനസ്സിലായില്ലേ? കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഷുഗർ പ്രഷർ പോലെ എല്ലാവരുടെ വീട്ടിലും എത്തി തുടങ്ങി. മിസ് എന്തോ കേൾക്കുന്നുണ്ടോ? ആ മിസ്സേ കേക്കാം. റഫീസ് മാറഞ്ചേരി എന്ന് പറയുമ്പോൾ എൻ്റെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്. ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത്, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ആള് +2 ആണ്. അപ്പോൾ ആള് എന്താ പറയാ, പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ ഈ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഈ വേദനിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഒക്കെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു നോവലാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചവർപ്പ് രസമായിരിക്കും ഉണ്ടാവുക, പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മധുരം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ആ ജീവിതം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമങ്ങൾ, എല്ലാവർക്കും എല്ലാം തികഞ്ഞതായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മധുരമാക്കി മാറ്റാൻ പറ്റില്ലേ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവർ അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നവർ, അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു നോവലാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. എന്തായാലും അശ്വതി ആ പുസ്തകം വളരെ നന്നായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ രോഗം വരിക എന്നുള്ളത് ഒന്നിൻ്റെ അവസാനമല്ല അല്ലേ, അതൊരു ഇടവേളയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ന് രാത്രി ഉറങ്ങിയാൽ നാളെ നീക്കുമോ എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. നമ്മൾ ഒരാൾക്കൊരു അസുഖം വന്നു വെച്ചാൽ അവരോടൊരു സഹതാപമല്ല നമുക്ക് തോന്നേണ്ടത്, മറിച്ച് എന്താണ്, അവരെ കൂടെ കൂട്ടാനുള്ള ഒരു സന്മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്തായാലും എല്ലാവർക്കും നല്ല ആ മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും അശ്വതി വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മിസ്. താങ്ക് യു റമിത മിസ്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇന്നത്തെ ലിറ്റററി ലൈൻസിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.